ഹലോ ഫ്രണ്ട്സ്, ഐ എം ജെരിജി. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന സ്ഥിരമായ ചില ചോദ്യങ്ങളുണ്ട്. അല്ല, ഇന്ന് ക്ലാസ് ഉണ്ടോ, ഇന്ന് മീറ്റിംഗ് ഉണ്ടോ, അല്ല അവിടെ മഴയുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം നമ്മൾ നേരത്തെ ഉണ്ട് എന്ന അർത്ഥത്തിൽ രണ്ട് പദങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഹാവും ഹാസും. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ വാക്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ ഹാവ് ഹാസ് അല്ല സാധാരണ ഉപയോഗിക്കാം. അതിന് പകരം ദർ ഈസ്, ദർ ആർ, ഈ രണ്ട് പദങ്ങളാണ് ഉപയോഗിക്കുക. ദർ ഈസ്, THERE, ദർ ഈസ്, ദർ ആർ, ഈ രണ്ട് പദങ്ങൾ ഉപയോഗിക്കും. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ ഇറ്റ് എന്നൊരു പദം കണ്ടിരുന്നു. അതിന് അത് ഇത് എന്നാണ് അർത്ഥമെങ്കിൽ പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരു അർത്ഥവുമില്ലാതെ സമയത്തിന് മുമ്പിൽ, ബിഫോർ ദ ടൈം, ബിഫോർ ദ ഡിസ്റ്റൻസ് ആൻഡ് ബിഫോർ ദ വെദർ, ഇത് ഉപയോഗിക്കാമെന്ന് കണ്ടു. അതുപോലെ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് THERE, ദർ. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന സാധാരണ ദറിനൊരു അർത്ഥമുണ്ട്. ഹിയർ ഇവിടെ, ദർ അവിടെ. കം ഹിയർ, ഗോ ദർ, ഗോ ദർ, അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ ഈ രണ്ട് പദങ്ങൾ ഇറ്റ്, ദർ, ഇതിനെ ഇൻട്രൊഡക്ടറി സബ്ജക്ട്സ് എന്ന് വിളിക്കും. അത് ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്. അപ്പോൾ ഇനി അതെങ്ങനെ ഉപയോഗത്തിൽ നോക്കുക. അതറിയണമെങ്കിൽ ഉണ്ട് എന്നർത്ഥത്തിൽ ഹാവും ഹാസും ഉണ്ട്, ദർ ഈസും ദർ ആറും ഉണ്ട്. അത് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഹാവും ഹാസും ഇറ്റ് ഷോസ് യുവർ പൊസഷൻ. ഹാവും ഹാസും എന്താ കാണിക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയാനാണ്. ദർ ഈസ്, ദർ ആർ പറയുന്ന എക്സിസ്റ്റിംഗ്, എന്തോ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. EXISTING, എക്സിസ്റ്റിംഗ് മീൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാനാണ്. ഒറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഹാവ് എ ഹൗസ്, ഐ ഹാവ് എ ഹൗസ്, എനിക്കൊരു വീടുണ്ട്. ആ വീട് എൻ്റെതാണ്, എൻ്റെ സ്വന്തമാണ്. എന്നാൽ ദർ ആർ എ ലോട്ട് ഓഫ് ഹൗസസ് ഇൻ മൈ വില്ലേജ്, എൻ്റെ ഗ്രാമത്തിൽ ധാരാളം വീടുകളുണ്ട്. വീടുകൾ ധാരാളമുണ്ട്, അവ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ വീടുകൾ മുഴുവൻ എൻ്റെതല്ല. സോ ക്ലിയർ? ഹാവോ ഹാസോ വരുമ്പം സ്വന്തമായിട്ടുണ്ട്, ദർ ഈസ്, ദർ ആർ വരുമ്പം എക്സിസ്റ്റിംഗ്, സ്ഥിതി ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്ന്. ഒരു എക്സാമ്പിളും കൂടി പറയാം. ഐ ഹാവ് എ മൊബൈൽ, എനിക്കൊരു മൊബൈലുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് മൊബൈൽസ് ഇൻ എ മൊബൈൽ ഷോപ്പ്, ഒരു മൊബൈൽ ഷോപ്പിൽ ധാരാളം മൊബൈൽസ് ഉണ്ട്. അത് മുഴുവൻ എൻ്റെതല്ല, പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളൊരു സത്യം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ 5 or 10 വാക്യങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ ഈ ഹാവും ഹാസും ദർ ഈസും ദർ ആർ. ഇനി നമുക്ക് ദർ ഈസ്, ദർ ആർ, ഈ രണ്ട് സ്ട്രക്ചർ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പം നമുക്കറിയാം ഈ സിംഗുലറും ആറ് പ്ലൂറലും ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ. ദർ ഈസ് കഴിഞ്ഞ് സിംഗുലറും ദർ ആർ കഴിഞ്ഞിട്ട് പ്ലൂറലും ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ പെൻ ഇൻ മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റിൽ ഒരു പേനയുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് പെൻസ് ഇൻ എ പെൻ ഷോപ്പ്, ഒരു പേന വിൽക്കുന്ന കടയിൽ ചെന്ന് അവിടെ ധാരാളം പേനകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, ദർ ഇസ് എ ബാഗ് ഓൺ ദ ടേബിൾ, ആ മേശപ്പുറത്ത് ഒരു സഞ്ചിയുണ്ട്, ഒരു ബാഗുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് ബാഗ്സ് ഇൻ എ ബാഗ് ഷോപ്പ്, ബാഗുകൾ വിൽക്കുന്ന ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ബാഗുകളുണ്ട്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ വാക്യങ്ങൾ ഉണ്ടാക്കുക. അപ്പം ദർ ഈസും ദർ ആറും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി തൊട്ടടുത്ത് ഇതിൻ്റെ നെഗറ്റീവ് ഫോം എന്താണെന്നുള്ളത്, ദർ ഈസിൻറ്റ്, ദർ ആറിൻറ്റ്. ആറിൻറ്റ് എന്നും പറയാം, ആൻഡ് എന്നും പറയാം. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പോൾ ദർ ഈസിൻറ്റ്, ദർ ആറിൻറ്റ്, ഷോർട്ട് ഫോമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ചുറ്റിലും നോക്കുക. ഇപ്പോൾ ഈ റൂമിൽ ഇല്ലാത്ത എന്തൊക്കെയാണ്? ദർ ഈസിൻറ്റ് എ ഫ്രിഡ്ജ് ഇൻ ദിസ് ക്ലാസ് റൂം, ദർ ഈസിൻറ്റ് എ TV സെറ്റ് ഇൻ ദിസ് ക്ലാസ് റൂം. അപ്പോൾ ഇവിടെ ഇല്ലാത്ത രണ്ടെണ്ണം പറഞ്ഞു. അതുപോലെ ദർ ആറിൻറ്റ് ആനിമൽസ് ഹിയർ, ദർ ആറിൻറ്റ് ആനിമൽസ് ഹിയർ, ഇവിടെ മൃഗങ്ങളില്ല. ദർ ആറിൻറ്റ് ബേർഡ്സ് ഹിയർ, ഇവിടെ പക്ഷികളില്ല. അപ്പം ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലില്ലാത്തത്, നിങ്ങളുടെ ഗ്രാമത്തിലില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അവിടെ പള്ളിയില്ല, അല്ലെങ്കിൽ ക്ഷേത്രമില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി ഇല്ല, ഗവൺമെൻറ് ഓഫീസുകളില്ല, പോലീസ് സ്റ്റേഷനില്ല. ഇതൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾക്ക് ദർ ഈസിൻറ്റ് അല്ലെങ്കിൽ ദർ ആറിൻറ്റ് ഉപയോഗിച്ച് പറയാം. ഇനി ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ദർ ഈസ് എന്നുള്ളതിനെ തലതിരിച്ചിട്ടാൽ മതി. ഈസ് ദർ, ദർ ആർ തലതിരിച്ചിടുമ്പം ആർ ദർ. ഫോർ എക്സാമ്പിൾ, ഈസ് ദർ
ഈസ് ദർ എ ചർച്ച് ഇൻ യുവർ വില്ലേജ്? നിങ്ങളുടെ ഗ്രാമത്തിൽ പള്ളിയുണ്ടോ? ആർ ദർ കൗസ് ഇൻ യുവർ വില്ലേജ്? നിങ്ങളുടെ ഗ്രാമത്തിൽ പശുക്കളുണ്ടോ? ചോദ്യങ്ങൾ ഉണ്ടാക്കാം. നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഈസിൻറ്റ് ദർ, ആറിൻറ്റ് ദർ, ഇല്ലേ എന്നർത്ഥത്തിൽ നമുക്ക് ചോദിക്കാം. അപ്പം എന്താണ് ചോദ്യം? ഈസിൻറ്റ് ദർ. ഈസിൻറ്റ് ദർ എ മോസ്ക് ഇൻ യുവർ വില്ലേജ്? നിങ്ങളുടെ ഗ്രാമത്തിൽ ഒരു മുസ്ലിം പള്ളിയില്ലേ? ഈസിൻറ്റ് ദർ എ ടെമ്പിൾ ഇൻ യുവർ പ്ലേസ്? നിങ്ങളുടെ നാട്ടിൽ ഒരു ക്ഷേത്രമില്ലേ? ദെൻ ആറിൻറ്റ് ദർ ഷോപ്സ് ഇൻ യുവർ വില്ലേജ്? നിങ്ങളുടെ ഗ്രാമത്തിൽ കടകളില്ലേ? ആറിൻറ്റ് ദർ ഹോസ്പിറ്റൽസ് ഇൻ യുവർ പ്ലേസ്? നിങ്ങളുടെ നാട്ടിൽ ഹോസ്പിറ്റലുകളില്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം നമുക്കിപ്പം there is, there are, there isn't, there aren't, is there, are there, isn't there, aren't there ചോദ്യങ്ങളൊക്കെയായി. ഇനി ഒരു ഹൗ മെനിയും ഹൗ മച്ചും വെച്ചിട്ടും ഇതിന് ചോദ്യങ്ങൾ വരും. ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. എത്ര എണ്ണം എന്നർത്ഥത്തിൽ ഹൗ മെനിയും, എത്ര അളവ് എന്നർത്ഥത്തിൽ ഹൗ മച്ചും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ യുവർ ഹൗസ്? നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ യുവർ ക്ലാസ്? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികളുണ്ട്? ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ യുവർ ക്ലാസ്? ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ യുവർ ക്ലാസ്? ഇങ്ങനെയൊക്കെ ചോദിക്കുക. എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്? അവിടെയൊക്കെ ആർ ദർ വിട്ട് കളയരുത്. ഇനി ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ യുവർ വെൽ? നിങ്ങളുടെ വീട്ടിലുള്ള കിണറ്റിൽ എത്ര വെള്ളമുണ്ട്? ഹൗ മച്ച് ഷുഗർ ഈസ് ദർ ഇൻ ദ കിച്ചൺ? അടുക്കളയിൽ എത്ര പഞ്ചസാരയുണ്ട്? ഹൗ മച്ച് റൈസ് ഈസ് ദർ ഇൻ യുവർ ഷോപ്പ്? നിങ്ങളുടെ കടയിൽ എത്ര അരിയുണ്ട്? അപ്പോൾ എണ്ണാൻ പറ്റാത്ത, അളക്കാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൗ മച്ച്. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക. അപ്പം നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായി ദർ ഈസ്, ദർ ആർ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്വിസ് തരുന്നു, അത് ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്ന ഉത്തരവുമായിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഈസ് ഓർ ആർ. ഈസ് അല്ലെങ്കിൽ ആർ കൊണ്ട് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പം നോക്കാം. ഫസ്റ്റ് വൺ, ദർ ഡാഷ് എ ചർച്ച് ഇൻ മൈ വില്ലേജ്. ദർ ഡാഷ് എ ചർച്ച് ഇൻ മൈ വില്ലേജ്. അവിടെ ഈസ് ആണ്, ആറ് വേണമെന്ന് തീരുമാനിക്കുക. ദർ ഡാഷ് ടു മോസ്ക് ഇൻ മൈ ടൗൺ. ഞങ്ങളുടെ പട്ടണത്തിൽ 2 മുസ്ലിം പള്ളികളുണ്ട്. ദർ ഡാഷ് ടു മോസ്ക്. മോസ്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളിയാണ്. ദെൻ ദർ ഡാഷ് എ ടെമ്പിൾ ഓൺ ദ ഹിൽ. ആ കുന്നും പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്. TMPLE, ടെമ്പിൾ മീൻസ് ക്ഷേത്രം. Then there dash some water in the jug. There dash water in the, ആ ജഗ്ഗിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത്രേ തന്നിട്ടുള്ളൂ. ഇതൊന്ന് ഫില്ലപ്പ് ചെയ്യാൻ പഠിക്കുക. അടുത്ത എപ്പിസോഡിൽ ഉത്തരവായിട്ട് ഒത്തുനോക്കുക. അപ്പം നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരിക്കൽ കൂടി റിക്വസ്റ്റാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. സോ ഫ്രണ്ട്സ്, Thank you very much for watching this video. Have a nice day.